ഫൈവേഴ്സ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഡോർമാറ്റിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്ക്വയർ ഡോർമാറ്റാണ് ഇന്ന് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പീസ് തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഞാൻ പഴയ ചുരിദാറാണ് എടുത്തിരിക്കുന്നത്, ഒന്നൊരു ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്ന ഒരു പാൻറ് പീസും. ബോട്ടം തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതാണിത്. പക്ഷെ നിറച്ച് പുള്ളിയായ കാരണം ഞാനിത് സ്റ്റിച്ച് ചെയ്യാണ്ട് മാറ്റി വെച്ചിരുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് വീട്ടിലുള്ള ഏത് പഴയ തുണി വെച്ചിട്ടും ചെയ്യാം, അതല്ല പുതിയ തുണി വാങ്ങിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ശരിക്കും ഡബിൾ കളറിൽ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി. ഇപ്പൊ ലെഫ്റ്റ് ഓവർ പീസസുകൾ വേറെ കളറുകളാണ് ഉള്ളത് വെച്ചാൽ അങ്ങനെയും ചെയ്തെടുക്കാം. പഴയ ബെഡ്ഷീറ്റ് വെച്ചോ നൈറ്റി വെച്ചോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഏത് പീസാണോ നീളത്തിന് വേണ്ടി എടുക്കണമെന്ന് വെച്ചാൽ അതൊരു 28 ഇഞ്ചിൽ എടുക്കുക. എന്നിട്ട് അതൊരു 4 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. തുണി 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഞാൻ 28 ഇഞ്ച് നീളവും 18 ഇഞ്ച് വീതിയിലുള്ള ഡോർമാറ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പീസുകൾ കട്ട് ചെയ്തെടുക്കാം. 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ഈ തുണിയാണ് നീളത്തിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 28 ഇഞ്ച്, 28 വേണ്ട, 1 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് 27 ഇഞ്ച് കട്ട് ചെയ്തെടുക്കാം. 27 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു 4 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുക. 4, 4.5, 5 അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെടുത്തോളൂ. എന്നിട്ട് ഇതൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എത്ര പീസ് വേണോ അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു 15 പീസ് ആദ്യം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത പീസ് വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള പീസുകളും കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിത് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇനി നമുക്ക് വീതിക്ക് ആവശ്യമായ പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ചുരിദാറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നെക്ക് ഭാഗവും സ്ലീവ് ഭാഗവും ഒക്കെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മൾ വീതി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പീസാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനൊരു 18 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 4 ഇഞ്ച് വീതിയും 17 ഇഞ്ച് നീളത്തിലും ഈ പീസുകൾ കട്ട് ചെയ്തെടുക്കാം. വീതി രണ്ടിനും സെയിം തന്നെ, ലെങ്ത്തിൽ മാത്രം വ്യത്യാസം വരും. 17 ഇഞ്ച് നീളം, 4 ഇഞ്ച് വീതി. അപ്പം മൊത്തം പീസും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യണമെന്നില്ല. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കല്ലേ വേണ്ടുള്ളൂ. അപ്പം നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എത്ര പീസ് വേണമെന്നുള്ളത്. അപ്പം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തെടുക്കാം. ബാക്കി എല്ലാ പീസും ഇതേ അളവിൽ തന്നെ വെട്ടിയെടുക്കാം. ഫുള്ള് പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു പീസ് എടുത്തിട്ട് ഒന്നുകിൽ ഇങ്ങനെ മടക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഈ സൈഡിൽ കൂടെ തയ്ച്ചിട്ട് നമ്മൾ അകമ്പുറം മറിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കുക, എന്നിട്ട് അത് ഇപ്പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് 2 സൈഡിലും തയ്ച്ചെടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ മടക്കിയിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് അകമ്പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് എല്ലാ പീസും സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ എല്ലാ പീസുകളും കട്ട് ചെയ്തിട്ട് അയൺ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, ലെങ്ത് പീസും വിഡ്ത്ത് വൈസ് പീസും. ഇനി ഇത് ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ അടിച്ചെടുത്തിട്ട് ഒരു എൻഡ് ഭാഗത്ത് ക്ലോസ് ചെയ്ത് തയ്ക്കുക. എന്നിട്ട് ഈ ക്ലോസ് ചെയ്ത് തയ്ച്ച ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും എടുത്തിട്ട്
അതിങ്ങനെ ഇങ്ങനെ ആക്കി എടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് മറിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ കോർണറുകളൊക്കെ ഒന്ന് പോയിന്റ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ ഇത് തയ്ക്കാനുള്ള പണി. എന്നിട്ടിത് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഡോർമാറ്റിൻ്റെ അടിയിൽ ബേസായിട്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു പഴയ ചുരിദാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 28 ഇഞ്ച് നീളവും 18 ഇഞ്ച് വീതിയിലുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ലൈനിങ് ഞാൻ മാറ്റിയിട്ടില്ല, അത് ഇതിനുള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത്തിരി ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതെടുത്ത് മാറ്റിയിട്ടില്ല. നിങ്ങൾ എടുക്കുന്ന പീസ് കട്ടിയുള്ളതാണെങ്കിൽ ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിന് മേലെ പീസുകൾ സെറ്റ് ചെയ്തിട്ട് തയ്ച്ചെടുക്കാം. ആദ്യം നമുക്ക് ലെങ്ത് വൈസ് ഉള്ള പീസ് സെറ്റ് ചെയ്തെടുക്കാം. ഫുള്ള് പീസ് വെച്ചിട്ട് പിന്നെ ഊത്തി കൊടുക്കുക. ഉണ്ടാവും ഇവിടെ ഒട്ടും ഗ്യാപ്പ് വരാതെ വേണം നമ്മൾ പീസ് സെറ്റ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ അടിയിലത്തെ ആ പീസ് കാണും. കാരണം ഡോർമാറ്റ് ആയാലും നമ്മളത് നല്ല നീറ്റിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. നമ്മൾ തന്നെ ചെയ്തെടുത്തത് വീട് അലങ്കരിക്കാൻ ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ. ഇതിപ്പോൾ മേലത്തെ ഭാഗം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്ച്ചെടുക്കാം. ലെങ്ത് വൈസിലുള്ള പീസ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ വിത്ത് വൈസിലുള്ള പീസ് പിന്നെ വെച്ച് കുത്തിയെടുത്തിട്ട് തയ്ച്ചെടുക്കാം. ഈ സൈഡിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. ലെങ്ത് വൈസിലുള്ള പീസ് 11 എണ്ണമാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ സെയിം അളവിലുള്ളതാണെങ്കിൽ 11 പീസ് ലെങ്ത് വൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി വിത്ത് വൈസിലുള്ള പീസ് നമുക്ക് ആദ്യം പിന്നെ കുത്തിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് കറക്റ്റ് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ എൻഡില്ലേ, ഈ എൻഡിലേക്ക് ഇങ്ങോട്ട് കടത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ കുത്തി വെക്കാം, എന്നിട്ട് തയ്ച്ചെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ഫുള്ള് പീസ് വെച്ചിട്ട് ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പം 2 ഭാഗത്തും പീസുകൾ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഈ ഒരു പീസ് ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിനടിയിലേക്ക് ഈ ബ്ലൂ കളർ പീസ് വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കുക. രണ്ടാമത്തെ പീസ് അടിയിൽ, മൂന്നാമത്തെ പീസ് മേലേക്ക് വരണം, നാലാമത്തെ പീസ് അടിയിൽ, അടുത്ത പീസ് മേലെ, അങ്ങനെ അതേ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം. ഇതാദ്യം കാണുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു ടഫ് പോലെ തോന്നും. പക്ഷെ നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഒരെണ്ണം മേലേക്കും ഒരെണ്ണം താഴേക്കും ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്താൽ മതി. തിരിയൊന്ന് വലിച്ചു പിടിച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ എൻഡ് പീസ് വരുമ്പോൾ ഇവിടെ ഒരു പിന്നു കുത്തി വെച്ചോ. അപ്പോൾ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് പ്രശ്നം വരില്ല. നമുക്ക് തയ്ച്ചെടുക്കുന്ന സമയത്ത് ഈസി ആയി കിട്ടും. ഇനി അടുത്തത് ചെയ്യുമ്പോൾ ബ്ലൂ മേലേക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ബ്ലൂ ഒരെണ്ണം മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബ്ലൂവും ഇവിടെ യെല്ലോ ആയിട്ടാണ് നിൽക്കുക. അപ്പം അങ്ങനത്തെ സ്ക്വയർ ആയിട്ടാണ് കിട്ടുക നമുക്ക്. ഇനി ഇവിടെ ബ്ലൂ ഇവിടെ യെല്ലോ അങ്ങനെയായിട്ട് കിട്ടും. ഇപ്പോൾ ദാ ഇത് മേലേക്ക് വയ്ക്കുക, ഇത് താഴെ. അങ്ങനെ ഒരെണ്ണം മേലെയും ഒരെണ്ണം താഴെ, ഒരെണ്ണം മേലെ ഒരെണ്ണം താഴെ, അതേ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് പോരുക. അത്രേ ഉള്ളൂ ഇതിൻ്റെ പണി. ചെയ്തു തുടങ്ങിയാൽ നല്ല ഈസി ആയിട്ട് തോന്നും നമുക്ക്. ഫ്രീ ടൈം ഉള്ളപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കുന്ന അപ്പം തയ്ച്ചെടുക്കാമല്ലോ. പിന്നെ കുത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുകയൊന്നും ചെയ്യില്ല. ഇതേ രീതിയിൽ തന്നെ എല്ലാ പീസുകളും ചെയ്തെടുക്കാം. ഞാനിനി ഇത് ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഞാൻ ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? എൻഡ് വരെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ്. ഇനി ഇപ്പുറത്തെ ഈ സൈഡും ലാസ്റ്റ് എൻഡ് ഭാഗവും ഓരോ സ്റ്റിച്ച് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എക്സ്ട്രാ നിൽക്കുന്ന പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഡോർമാറ്റ് മറിച്ചിട്ടാൽ ശരിക്കും അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് എക്സ്ട്രാ പീസുകളായിട്ട് നിൽക്കുന്നതെന്ന്. അപ്പം അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് പൈപ്പിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫ്രില്ല് വെച്ച ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ച് വീതിയിൽ
എടുത്തിട്ട് ഫ്രില്ല് വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇത് പൈപ്പിംഗ് ആണ് ചെയ്യണത്. പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ഈ റെഡ് കളർ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തേക്കണത്. ലെങ്ത്ത് ഇതിൻ്റെ 4 ഭാഗത്തെ മെഷർമെൻ്റ് എടുത്തിട്ട് ലെങ്ത്ത് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതുമ്മേ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. പൈപ്പിങ്ങിൻ്റെ പീസ് ഞാൻ ക്രോസ് പീസല്ല കട്ട് ചെയ്തിരിക്കുന്നത്, സ്ട്രെയിറ്റ് പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഒന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് റോങ് സൈഡിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഈ വീതി കുറവുള്ള ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം തയ്ക്കാം. വീതിയിലുള്ള പീസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ എക്സ്ട്രാ നിൽക്കുന്ന പീസ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അപ്പുറത്തെ വീതി ഭാഗവും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഈ വീതി കുറഞ്ഞ ഭാഗത്ത് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. വീതിയുള്ള ഭാഗത്ത് പൈപ്പിംഗ് ചെയ്തെടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ചോളം ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ല, ഒരു 1/2 ഇഞ്ച് നീക്കി വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് ആക്കി വെച്ചാൽ ഇവിടെ നല്ല ഫിനിഷിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് ഇപ്പുറത്ത് കൂടുതലിടുന്നത്. എന്നിട്ട് ഇതിങ്ങനെ 1/2 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് മടക്കിയെടുത്താൽ മതി. മടക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. ഇതിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എക്സ്ട്രാ വെച്ചിട്ടുള്ള പീസ് ഇങ്ങനെ മടക്കി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. കണ്ടോ, അപ്പോൾ ഇവിടെ നല്ല നീറ്റിൽ കിട്ടും. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ തന്നെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡോർമാറ്റ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, എല്ലാ ഭാഗത്തും പൈപ്പിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ 2 മടക്കാക്കിയിട്ട് പൈപ്പിംഗ് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ ഓരോ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇളകാതെ ഫിക്സ് ആയിട്ട് നിന്നോളും. ഇപ്പോൾ ഈ യെല്ലോയുടെ അവിടെ അതുപോലെ ഇങ്ങനെ അങ്ങനെ ആയിട്ട് ഈ യെല്ലോ കളറുകളിൽ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതല്ലാതെ ഇങ്ങനെയും ഉപയോഗിക്കാം. നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമുകളിൽ ചെയ്ത് നോക്കണം. ഇതിനു മുമ്പ് ഞാനൊരു ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനി വീണ്ടും കാണാം. ബൈ.